हरि ओम्। सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे ഗുരുപരമ്പരാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോ ഓഫ് കർമ്മ നിയമങ്ങൾ എന്താണെന്നും ആ കർമ്മ നിയമങ്ങൾ കൊണ്ട് എങ്ങനെയാണ് പുനർജന്മം ഉണ്ടാകുന്നതെന്നും കണ്ടു. ഡീറ്റെയിൽ ആയിട്ട് കണ്ടു അതിനെക്കുറിച്ച്. ഇനി ഈ കർമ്മ നിയമങ്ങൾ അനുസരിച്ച് വിദേഹമുക്തി എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതായത് പുനർജന്മം ഉണ്ടാകാതിരിക്കുന്നത് എങ്ങനെയാണ്, ഒരു ജ്ഞാനിക്ക് പുനർജന്മം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടല്ലോ. അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് കാണാം. അതിനായി ആദ്യമായി നമ്മൾ ഈ കർമ്മങ്ങളെ 3 തരം കർമ്മങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. 3 തരം കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ ആ കർമ്മത്തിന്റെ സ്വഭാവം അനുസരിച്ച് 3 പേരുകളിൽ പറയുന്നു. കർമ്മഫലം ഒന്ന് തന്നെയുള്ളൂ, പക്ഷെ അത് 3 തരത്തിൽ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സഞ്ചിത കർമ്മം, പ്രാരബ്ധ കർമ്മം, ആഗാമി കർമ്മം, ഇങ്ങനെയാണ് 3 തരം കർമ്മങ്ങൾ. ഇപ്പൊ എന്താണെന്ന് ഓരോന്നോരോന്ന് എന്താണെന്ന് നോക്കാം. ആദ്യം ആഗാമി കർമ്മങ്ങളെ കുറിച്ചാണ് ആചാര്യസ്വാമി പറയുന്നത്. ജ്ഞാനോത്പത്തി അനന്തരം ജ്ഞാനീദേഹകൃതം പുണ്യപാപരൂപം കർമ്മ യത് അസ്തി തത് ആഗാമി ഇതി അഭിധീയതേ. ജ്ഞാനത്തിന്റെ ഉൽപ്പത്തിക്ക് ശേഷം ജ്ഞാനിയുടെ വർത്തമാന ദേഹത്താൽ ചെയ്യപ്പെടുന്ന പുണ്യപാപമായ കർമ്മങ്ങൾ ഏതാണോ അതാണ് ആഗാമി കർമ്മം. ഇതിപ്പോ ജ്ഞാനിയുടെ കാര്യത്തിലാണ് ആചാര്യസ്വാമികൾ പറയുന്നത്. ഈ ഒരു ഡെഫിനിഷൻ ഒരു ജ്ഞാനിയുടെ കാര്യത്തിലാണ്. ഒരു അജ്ഞാനിയാവട്ടെ താൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഫലം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ പുതിയതായി ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലമായി വരുന്ന അദൃഷ്ടഫലങ്ങളെ ആഗാമി കർമ്മം എന്ന് പറയും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഫലങ്ങൾ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുകയാണ്, എന്തെങ്കിലും ഡൊണേഷൻ ചെയ്യുകയാണ്, ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് വരുന്ന ഫലങ്ങളെയാണ് ആഗാമി കർമ്മങ്ങൾ എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മുടെ മറ്റുള്ള കർമ്മങ്ങളിലൊന്നും ഇല്ല, ഇത് പുതിയതായിട്ട് നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് ആഗാമി കർമ്മം എന്ന് പറയുന്നത്. ഈ പുണ്യപാപങ്ങളെല്ലാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഉദ്ദേശശുദ്ധിയെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ലാതെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി എന്തെങ്കിലും പ്രത്യേകിച്ചൊന്നും ഇതില്ല, കൈ കിട്ടുന്നിടത്ത് എന്തെങ്കിലും ചെയ്യുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊന്നും പുണ്യമോ പാപമോ ഒന്നും ഉണ്ടാവില്ല. അത് യാതൊരു ഉദ്ദേശമില്ലാതെ ചെയ്യുന്നതാണ് കുട്ടി. അതുകൊണ്ട് അതിന് ഫലമൊന്നും ഉണ്ടാവില്ല, ദുഷ്ടഫലം ഉണ്ടാവും. ഒരു കുട്ടി കല്ലെടുത്ത് എറിഞ്ഞിട്ട് എന്തെങ്കിലും ടിവിയോ എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ അത് പൊട്ടും, അത് ദൃഷ്ടഫലമാണ്. എന്നാൽ അദൃഷ്ടഫലം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനഃപൂർവമല്ലാത്ത അല്ലെങ്കിൽ ബോധപൂർവമല്ലാത്ത കർമ്മങ്ങൾക്ക് മാത്രമേ അദൃഷ്ടഫലങ്ങൾ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ മനഃപൂർവ്വം ചെയ്യുന്ന ബോധപൂർവം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമേ അദൃഷ്ടഫലം ഉണ്ടാവുകയുള്ളൂ. ഈ ആഗാമി കർമ്മങ്ങളും മുഴുവൻ ഉടനെ തന്നെ അനുഭവിച്ച് തീരുന്നില്ല. നമ്മളിപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ഇപ്പൊ തന്നെ കിട്ടില്ലല്ലോ, പിന്നീടായിരിക്കും അത് വരുന്നത്. ചിലപ്പോൾ ഈ ജന്മത്തിൽ തന്നെ വന്നില്ലാതെ വരും. ഈ ജന്മത്തിൽ അനുഭവിച്ച് തീരാത്ത ഈ കർമ്മഫലങ്ങൾ അടുത്ത ജന്മത്തിൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് നീക്കിവെക്കപ്പെടും. അടുത്ത ജന്മത്തിലേക്ക് വേണ്ടിയിട്ട് അത് സ്റ്റോർ ചെയ്യും. ഒരു ജ്ഞാനിയുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഒരു ജ്ഞാനി തനിക്ക് ജ്ഞാനം ലഭിച്ചതിന് ശേഷം ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണ് ആഗാമി കർമ്മമായി തീരുന്നത്. ഇതിനു മുമ്പ് ഈ ജന്മത്തിൽ ഇതുവരെ ചെയ്ത കർമ്മങ്ങൾ ആഗാമി കർമ്മങ്ങളാകുന്നില്ല. അജ്ഞാനിയുടെ കാര്യത്തിൽ താൻ ജനിച്ചപ്പോൾ തൊട്ട്, അതായത് ഈ ജന്മം എടുത്തതിന് ശേഷം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ആഗാമി കർമ്മങ്ങളായിരിക്കും. അതിന്റെ ഫലം അനുഭവിച്ച് തീർന്നു കഴിഞ്ഞാൽ അത് തീരും, ബാക്കിയിരിക്കുന്നത് മുഴുവൻ ആഗാമി കർമ്മങ്ങളായിരിക്കും. എന്നാൽ ഒരു ജ്ഞാനിയുടെ കാര്യത്തില് ജ്ഞാനം ലഭിച്ചതിന് ശേഷം ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമാണ് ആഗാമി കർമ്മമായി തീരുന്നത്. അതുവരെ ചെയ്ത അല്ലെങ്കിൽ ജ്ഞാനം ലഭിക്കുന്നത് വരെ ചെയ്ത കർമ്മങ്ങൾ
ഇതിനു മുമ്പുണ്ടായിരുന്ന സഞ്ചിത കർമ്മത്തിന്റെ കൂടെ ചേരുകയും ആ സഞ്ചിത കർമ്മങ്ങളെല്ലാം നശിക്കുകയും ചെയ്യും. ജ്ഞാനത്തിന്റെ കൂടെ അത് നശിക്കുകയും ചെയ്യും. പിന്നീട് ഒരു ജ്ഞാനി ജ്ഞാനത്തിന് ശേഷം ചെയ്യുന്ന കർമ്മങ്ങൾ കർത്തൃത്വബോധമില്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളായതുകൊണ്ട്, അതായത് താൻ ഒരു കർത്താവാണ്, ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്നുള്ള വിചാരത്തോടുകൂടി ചെയ്യാത്തത് കൊണ്ട് അതിനൊന്നും ജ്ഞാനിക്കൊരു അദൃഷ്ടഫലം അതുകൊണ്ട് ഉണ്ടാകുന്നുമില്ല. അതുകൊണ്ടാണ് ജ്ഞാനിയുടെ ദേഹം ചെയ്യുന്ന അല്ലെങ്കിൽ വർത്തമാന ദേഹത്താൽ ചെയ്യപ്പെടുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനി അറിഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഫ്രീ വിൽ ഉപയോഗിച്ചിട്ടോ അല്ല കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്താണോ അതാത് സമയത്ത് ചെയ്യേണ്ടത്, നാച്ചുറലി ചെയ്യപ്പെടേണ്ട കർമ്മങ്ങൾ ചെയ്തു തീർക്കുന്നു, അത്രയേ ഉള്ളൂ. അത് ചെയ്യുന്നത് കൊണ്ട് ജ്ഞാനിക്കൊരു പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ ഒന്നും ഉണ്ടാകുന്നുമില്ല. അതുകൊണ്ടാണ് ജ്ഞാനിയുടെ ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത കർമ്മങ്ങള് സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയും. അനന്തകോടി ജന്മനാം ബീജഭൂതം യത് കർമ്മജാതം പൂർവാർജിതം തിഷ്ഠതി തത് സഞ്ചിതം ജ്ഞേയം. അനന്തകോടി കർമ്മങ്ങൾക്ക് കാരണഭൂതമായതും മുമ്പ്, അതായത് വളരെ വളരെ മുമ്പുള്ള പൂർവജന്മങ്ങളിൽ കൂടി ആർജിക്കപ്പെട്ടിട്ടുള്ളതുമായ കർമ്മസമൂഹം ഏതാണോ അതാണ് സഞ്ചിത കർമ്മം. നേരത്തെ പറഞ്ഞതുപോലെ ആഗാമി കർമ്മങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ ഒരു ജന്മത്തിൽ അനുഭവിച്ച് തീരാത്ത കർമ്മങ്ങളും പല ജന്മങ്ങൾ കൊണ്ട് ചെയ്തു കൂട്ടിയ പുണ്യപാപങ്ങളും എല്ലാം ഒരുമിച്ച് കൂടുന്നു. ഇതെല്ലാം കൂടെ ഒരു കളക്ഷനായിട്ട് ഇങ്ങനെ വരും. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഒരു സമയത്ത് പ്രത്യക്ഷമാവുകയുള്ളൂ. ഇങ്ങനെ അനുഭവിക്കാതെ പ്രത്യക്ഷമാകാതെ കൂടിക്കൂടി വരുന്ന കർമ്മങ്ങളെയാണ് സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയുന്നത്. ഇതിനെ ഇപ്പോഴത്തെ കാലത്തെ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് പോലെ എടുക്കാം. നമ്മൾ ബാങ്കിലെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് തുടങ്ങുമല്ലോ, ഓരോ മാസവും ഇത്ര രൂപ വില ഇട്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓരോ വർഷവും ഇത്ര വീതം ഇടുക. അങ്ങനെ വീണ്ടും വീണ്ടും ഇട്ടിട്ട് അങ്ങനെ കൂടി പോകും. ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ ജന്മത്തിലും ഇതിലേക്ക് കൂടുതൽ പുണ്യപാപങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ ഈ ജന്മത്തിൽ തീരുന്നിടത്തോളം തീരും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്നതാണ് സഞ്ചിത കർമ്മത്തിലേക്ക് പോകുന്നത്. ഇനി അടുത്തത് പ്രാരബ്ധ കർമ്മം. അതാണ് നമ്മൾ അനുഭവിക്കുന്ന കർമ്മങ്ങൾ. എന്താണ് പ്രാരബ്ധ കർമ്മം? ഇതം ശരീരം ഉത്പാദ്യ ഇഹലോകേ ഏവ സുഖാദി ദുഃഖാദി പ്രദം യത് കർമ്മ തത് പ്രാരബ്ധം. അതായത് ഈ ശരീരത്തെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ ജന്മത്തിലുള്ള ഇപ്പോഴത്തെ ഈ ശരീരത്തിന് കാരണമായ ഈ ലോകത്തിൽ സുഖദുഃഖാദികളെ തന്ന കർമ്മം ഏതാണോ അതാണ് പ്രാരബ്ധം. ഏത് കർമ്മങ്ങൾ കൊണ്ടാണോ നമുക്ക് ഈ ഒരു പ്രത്യേക ജന്മം, ഇപ്പോഴത്തെ ജന്മം ഉണ്ടായിരിക്കുന്നത്, ഇപ്പോഴത്തെ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ച് തീർക്കുന്ന കർമ്മഫലങ്ങൾ, അതിനെയാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. പല ജന്മങ്ങൾ കൊണ്ട് ചെയ്തു കൂട്ടിയ പുണ്യപാപങ്ങളെല്ലാം ഒരുമിച്ച് അനുഭവവേദ്യമാകുന്നില്ലെന്നും അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഒരു സമയത്ത് പ്രത്യക്ഷമാകുന്നുള്ളൂ എന്നും കണ്ടല്ലോ. നമ്മൾ നേരത്തെ കണ്ടു. അത് ലോ ഓഫ് കർമ്മ കണ്ടപ്പോൾ കണ്ടു. ഇത് ആഗാമി കർമ്മങ്ങളെല്ലാം പ്രത്യക്ഷമാവുമില്ല. ഇങ്ങനെ പ്രത്യക്ഷമായി നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യപാപങ്ങളെയാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. സഞ്ചിത കർമ്മത്തെ ഈ നമ്മുടെ റിക്കറിംഗ് ഡെപ്പോസിറ്റിലെ ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ പറയാം. സഞ്ചിത കർമ്മമാണ് റിക്കറിംഗ് ഡെപ്പോസിറ്റ്. അതിലുള്ള ഓരോ കൂട്ടം ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആണ് ഈ പ്രാരബ്ധ കർമ്മങ്ങൾ. സമയപരിധി അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ടേം പൂർത്തിയാക്കുന്നത് മാത്രമേ നമുക്ക് ഒരു സമയത്ത് എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എടുക്കുന്ന അല്ലെങ്കിൽ ഒരു സമയത്ത് പൂർത്തിയാകുന്ന സഞ്ചിത കർമ്മങ്ങളെയാണ് പ്രാരബ്ധ കർമ്മങ്ങൾ എന്ന് പറയുന്നത്. സഞ്ചിത കർമ്മങ്ങൾ നമുക്ക് അനുഭവിക്കാൻ പറ്റില്ല. റിക്കറിംഗ് ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്യൂർ ആകാതെ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതവിടെ ഉണ്ട്, പക്ഷേ അത് അനുഭവിക്കാൻ പറ്റില്ല. അത് പ്രാരബ്ധമായി മാറുമ്പോൾ മാത്രമാണ് അനുഭവിക്കുന്നത്. ഒരു സെറ്റ് ഓഫ് സഞ്ചിത കർമ്മങ്ങൾ
പ്രാരബ്ധ കർമ്മങ്ങളായി മാറുമ്പോഴാണ് നമുക്ക് അടുത്ത ജന്മം ഉണ്ടാകുന്നത്. അതിനനുസരിച്ചുള്ള എന്തൊക്കെ തരത്തിലുള്ള കർമ്മഫലങ്ങളാണോ പ്രാരബ്ധ കർമ്മങ്ങളിലേക്ക് ആഡ് ചെയ്യുന്നത്, സുഖ ദുഃഖം മിശ്രിതമായിരിക്കും അത്. ചിലപ്പോൾ പുണ്യങ്ങളുടെ എണ്ണം കൂടുതലും പാപങ്ങളുടെ എണ്ണം കുറവുമാണെങ്കിൽ നമുക്കൊരു നല്ല ജന്മമായിരിക്കും ഉണ്ടാകുന്നത്. വളരെ ബോൺ വിത്ത് സിൽവർ സ്പൂൺ, ഗോൾഡൻ സ്പൂൺ എന്നൊക്കെ പറയില്ലേ, അതുപോലെ നല്ലൊരു ജന്മം കിട്ടും. അതേസമയത്ത് പാപകർമ്മങ്ങളാണ് കൂടുതലുള്ളെങ്കിൽ വളരെ അധമമായ ജന്മമായിരിക്കും. ചിലപ്പോൾ ഒരു മൃഗമായിട്ടോ പ്രാണിയായിട്ടോ പുഴുവായിട്ടോ ഒക്കെ ജനിക്കാം. അത്ര വളരെ പാപകർമ്മങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പം അനങ്ങാൻ പോലും വയ്യാത്ത ഒരു മരമായിട്ടായിരിക്കും ജനിക്കുന്നത്. അങ്ങനെ ആ പ്രാരബ്ധ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് അടുത്ത ജന്മം ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതകാലത്ത് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ വയ്യാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും നല്ല കാര്യമോ നിർഭാഗ്യമോ ചീത്ത കാര്യമൊക്കെ ഉണ്ടായാൽ അത് നമ്മുടെ പ്രാരബ്ധ കർമ്മ ഫലമാണെന്ന് മനസ്സിലാക്കാം. കാരണം നമ്മൾ ഇപ്പൊ ചെയ്തതിൻ്റെ അല്ല, നമ്മൾ കൊണ്ടുവന്ന ആ ഒരു കളക്ഷനിലുള്ളതാണ്. അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഈ ജന്മത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല ഒന്നും, പക്ഷേ ആ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ സുഖവും ദുഃഖവുമായി അനുഭവിച്ച് മാത്രമേ പ്രാരബ്ധ കർമ്മം തീരുള്ളൂ. ഇനി ഒരു ജന്മം ലഭിക്കുന്നത് പ്രാരബ്ധ കർമ്മത്തിനനുസരിച്ചാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. വളരെ ചെറിയ ഒരു പാർട്ടാണ്, അതായത് വലിയൊരു സഞ്ചിത കർമ്മത്തിൽ നിന്ന് ഒരു ചെറിയൊരു പാർട്ടാണ് നമുക്ക് പ്രാരബ്ധ കർമ്മമായിട്ട് അനുഭവപ്പെടുന്നത്, രൂപപ്പെടുന്നത്. പക്ഷേ ഈ സഞ്ചിത കർമ്മത്തിൽ നിന്ന് ഏതൊക്കെ കർമ്മങ്ങൾ എടുത്തിട്ടാണ് പ്രാരബ്ധ കർമ്മം രൂപം തൊടുന്നത് എന്നെങ്ങനെയാണ് അറിയുന്നത്? എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ വേണമല്ലോ. കാരണം പുണ്യങ്ങളും ഉണ്ടാവും, പാപങ്ങളും ഉണ്ടാവും, രണ്ടും മിശ്രിതമായ കർമ്മങ്ങളും ഉണ്ടാവും. ഇതിന്ന് ഏതൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ അടുത്ത ജന്മം തീരുമാനിക്കുന്നത്? അതിന്റെ ക്രൈറ്റീരിയ എന്താണ്? അതാണ് ഭഗവാൻ കൃഷ്ണൻ ഗീതയിൽ പറയുന്നത്. യം യം വാ വിസ്മരൻ ഭാവം ത്യജത്യന്തേ കലേവരം തം തമൈവൈതി കൗന്ദേയ സദാ തദ്ഭാവഭാവിതഃ. നാം എന്തു വിചാരിച്ചുകൊണ്ടാണോ മരിക്കുന്നത് അതിനനുസരിച്ചുള്ള ജന്മമായിരിക്കും അടുത്തതായി ഉണ്ടാകുന്നത്. അത് നല്ല സുഖമാണല്ലോ. മരിക്കാൻ നേരത്തെ നമുക്ക് എന്തെങ്കിലും നല്ല കാര്യം വിചാരിച്ചുകൊണ്ട് മരിക്കാമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം നമ്മൾ ജീവിതകാലത്ത് എന്തൊക്കെയാണോ നമ്മുടെ പ്രബലമായ വാസനകളും പ്രബലമായ ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നത് അതിനനുസരിച്ചായിരിക്കും മരണ സമയത്തുള്ള നമ്മുടെ ചിന്തകളും. നമ്മളെ എങ്ങനെയാണോ ജീവിക്കുന്നത് ആ ജീവിത രീതിയും ആഗ്രഹങ്ങളും എല്ലാം ഇതിനെ ബാധിക്കും. അങ്ങനെ നമ്മുടെ പ്രബലമായ വാസനകളും ആഗ്രഹങ്ങളും കൂടാതെ ഈ ജന്മത്തിൽ ചെയ്ത പുണ്യപാപങ്ങളും ഒക്കെ അനുസരിച്ചാണ് അടുത്ത ജന്മത്തിന് അനുയോജ്യമായ ഒരു പ്രാരബ്ധ കർമ്മം കിട്ടുന്നത്. ഇങ്ങനെ റെക്ടിഫൈ ചെയ്യുന്ന പ്രാരബ്ധ കർമ്മങ്ങളാണ് അടുത്ത ജന്മത്തിന് കാരണമാകുന്നത്. ഇനി ഇതിനൊരു ഒരു ഒരു കഥ സ്വാമിജി പറയാറുണ്ട്. ഒരു വളരെ വലിയൊരു വ്യവസായിയാണ്, ഭയങ്കര ബിസിനസ്സുകാരനായിരുന്നു. ഒരുപാട് സ്വത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ജീവിതത്തിൽ ഇതുവരെ ഭഗവാനെ സ്മരിച്ചിട്ടില്ല, നാരായണ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു, മരിച്ചു കഴിഞ്ഞിട്ടെങ്കിലും രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സ്വാമി അങ്ങ് ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് മരിക്കൂ, എങ്ങനെയാണെങ്കിൽ മോക്ഷം കിട്ടും, അത് നാരായണ നാരായണ എന്ന് പറയൂ. പറയില്ല നാരായണ എന്ന് എന്തായാലും പറയില്ല. അവസാനം പല പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ഭാര്യ ചോദിച്ചു, എന്ത് പറയില്ല എന്നാ നിങ്ങൾ പറയുന്നത്? അപ്പം ഭാര്യ വിചാരിച്ചു നാരായണ എന്ന് പറയില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിലും നാരായണന്റെ പേര് പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് പറയില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നീ പറയുന്നത് എന്താണോ അത് ഞാൻ പറയില്ല. അങ്ങനെ പോലും നാരായണ എന്ന് പറയാനുള്ള ഒരു പുണ്യം ഇല്ല. അതാണ് നമ്മൾ എങ്ങനെയാണ് ജീവിച്ചത് എന്നനുസരിച്ചിട്ടായിരിക്കും മരണസമയത്ത് വരുന്ന ചിന്തകളും. അപ്പോൾ മരണസമയത്ത് വരുന്ന ചിന്തകളെ അനുസരിച്ച് അടുത്ത ജന്മം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതിനെ അനുസരിച്ചിട്ട് ആയിരിക്കും
അടുത്ത ജന്മത്തെ ഫലമുണ്ടാകുന്നതിനർത്ഥം. ഇനി ഒരു ജന്മത്തിന് കാരണമായ ഈ പ്രാരബ്ധ കർമ്മങ്ങളെല്ലാം ആ ജന്മത്തിൽ തന്നെ അനുഭവിച്ച് തീർക്കണം. അതൊക്കെ അനുഭവിച്ച് തീരുന്നത് വരെ ജീവൻ നിലനിൽക്കും. അത് കഴിഞ്ഞാൽ ഉടൻ മരിക്കുകയും ചെയ്യും. പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട് 85-90 വയസ്സായിട്ടും ഇങ്ങനെ നരയിച്ച് എന്തിനായി ശരീരത്തിനെ ഇങ്ങനെ കിടത്തിയിരിക്കുന്ന അങ്ങോട്ട് വിളിക്കരുതേന്ന് തോന്നും. പക്ഷെ എന്ത് ചെയ്യാം, ആർജിച്ചു കൊണ്ടുവന്ന പ്രാരബ്ധ കർമ്മങ്ങൾ തീർന്നിട്ടില്ല, പാപകർമ്മങ്ങൾ ഇനി കിടക്കുകയാണ്. അതുകൊണ്ടാണ് അനങ്ങാൻ പോലും വയ്യാതെ കിടക്കുന്നത്. 90 കഴിഞ്ഞാലും മരിക്കാതെ കിടക്കുന്നത് ആ പ്രാരബ്ധ കർമ്മങ്ങൾ തീരാത്തത് കൊണ്ടാണ്. അത് തീരുകയാണെങ്കിൽ ഉടനെ മരിക്കുകയും ചെയ്യും. ചിലര് കാണാറുണ്ടല്ലോ 10-20 വയസ്സാകുമ്പോ തന്നെ മരിച്ചു പോകുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രാരബ്ധം തീർന്നു, അത്രേ പ്രാരബ്ധം ഉണ്ടായിരുന്നുള്ളൂ, അത് തീർന്നപ്പം മരിക്കുകയും ചെയ്തു. ഇനി നാം മനഃപൂർവ്വം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ ആഗാമി കർമ്മങ്ങളായി തീരുകയുള്ളൂ എന്ന് നമ്മൾ കണ്ടല്ലോ. എന്നാൽ ഈ ഇച്ഛാശക്തി അല്ലെങ്കിൽ ഫ്രീ വില്ല് മനുഷ്യർക്ക് മാത്രമുള്ള ഒരു വരദാനമാണ്. മനുഷ്യർക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റുള്ളൂ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഒരു മൃഗത്തിന് അത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കാനുള്ള കഴിവില്ല. ഒരു പട്ടിക്ക് കുരയ്ക്കണം എന്ന് തോന്നിയാൽ അത് കുരയ്ക്കും. അത് ഗീതാ ക്ലാസ് നടക്കുകയാണോ, മറ്റ് ഒരു വെഡിങ് സെറിമണി നടക്കുകയാണോ, അല്ല സംഗീത കച്ചേരി നടക്കുകയാണോ എന്നൊന്നും നോക്കില്ല. എവിടെയാ നിൽക്കുന്നതെന്ന് വെച്ചാൽ അത് കുരയ്ക്കും. അങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഫ്രീ വിൽ ഇല്ല. അത് മനുഷ്യ ജന്മത്തിൽ മാത്രമേ ഉള്ളൂ. മറ്റ് ജന്മങ്ങളിലെല്ലാം, അത് മറ്റ് എല്ലാ ലോകങ്ങളിലും ദേവലോകത്തിലുള്ള ദേവന്മാരായാൽ പോലും അവർക്ക് കർമ്മഫലങ്ങൾ അനുഭവിക്കാനേ പറ്റുള്ളൂ. പുതിയ കർമ്മങ്ങൾ ചെയ്ത് പുതിയ കർമ്മഫലങ്ങൾ നേടാൻ പറ്റില്ല, പുണ്യം ആർജിക്കാൻ പറ്റില്ല. സ്വർഗലോകത്തിലെത്തിയാൽ പോലും വളരെയധികം പുണ്യങ്ങൾ ചെയ്ത് സ്വർഗലോകത്ത് എത്തിയാൽ പോലും ആ പുണ്യമെല്ലാം തീരുന്നത് വരെ അവിടെ നിൽക്കാമെന്നല്ലാതെ അവിടെ എന്തെങ്കിലും ചെയ്ത് പുണ്യം നേടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് തീരുമ്പോൾ വീണ്ടും തിരിച്ച് ഭൂമിയിലേക്ക് അല്ലെങ്കിൽ അടുത്ത ജന്മം ഏതാണെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകേണ്ടി വരും. കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ഷീണേ പുണ്യേ മർത്യലോക വിശന്തി. അപ്പോ നമ്മൾ ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന പോലെ സ്വർഗത്തിൽ പോയി പുണ്യം നേടി ജീവിക്കാൻ പറ്റില്ല. പലരും ഉണ്ടല്ലോ, പല യൂറോപ്പിലും കാനഡയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ സ്റ്റുഡൻറ് വിസ എടുത്തു പോകും. അവിടെ പോയി പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ജോലി ചെയ്ത് അവിടെ പിന്നെ പെർമനന്റ് റെസിഡന്റ് ആയിട്ട് അവിടെ അങ്ങ് കൂടും. അങ്ങനെ ചെയ്യാൻ ഈ കർമ്മഫലം കൊണ്ട് പറ്റില്ല. ഇങ്ങനെ 3 വിധത്തിലുള്ള കർമ്മങ്ങളും നമ്മൾ കണ്ടു. ഇനി കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ പുണ്യപാപങ്ങൾ ജ്ഞാനം കൊണ്ട് എങ്ങനെയാണ് ഇല്ലാതാകുന്നതെന്ന് നോക്കാം. അതാണല്ലോ പറഞ്ഞത്, ഈ പുണ്യകർമ്മങ്ങൾ നശിക്കുമ്പോഴാണ് പുനർജന്മം ഇല്ലാതാവുകയും വിദേഹമുക്തി ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അത് ജ്ഞാനം കൊണ്ട് ഈ കർമ്മങ്ങൾ എങ്ങനെ നശിക്കും എന്ന് അത് നോക്കാം. അത് നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓ പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.